ഹായ്, ഞാനിപ്പോൾ എങ്ങോട്ടേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നറിയോ? ഒരു സിനിമ തന്നെ സ്വന്തം പേരിലുള്ള ഒരു പ്രദേശം, കോട്ടയത്തിന്റെ ഇടുക്കിയുടെയും അതിർത്തി പങ്കിടുന്ന ഒരു സ്പോട്ട്. ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉള്ള ഒരു കിടിലൻ സ്പോട്ട്. അതോടൊപ്പം തന്നെ ഒരു തടാകം കൂടെയുണ്ട്. ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വാ. ഇലവീഴ പൂഞ്ചിറയുടെ ഭൂപ്രകൃതി കേരളത്തിലെ മറ്റു ഹിൽ സ്റ്റേഷനുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പച്ചപ്പാർന്ന പുൽമേടുകളും കല്ലുമലകളും ചേർന്ന ഒരു വിശാലമായ താഴ്വരയാണ്. ശക്തമായ കാറ്റ് കാരണം ഇവിടെ വലിയ മരങ്ങൾ അധികമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം തുറന്ന ആകാശത്തിൻ്റെയും അനന്തമായ കാഴ്ചകളുടെയും നാടായി തോന്നുന്നത്. ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്ന വയർലെസ് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പോലീസ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. മലനിരകളുടെ നടുവിൽ ഒറ്റപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഈ സ്റ്റേഷൻ മൂടൽ മഞ്ഞും ശക്തമായ കാറ്റും ചുറ്റിപ്പറ്റുമ്പോൾ ഒരു സിനിമാറ്റിക് അനുഭവം തന്നെ നൽകുന്നു. ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനരഹിതമാണ്. അതേസമയം ഇതിൻ്റെ പിന്നിലായിട്ട് നിലവിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടം കാണാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന 360 ഡിഗ്രി വ്യൂ ആണ്. ഇലവീഴ പൂഞ്ചിറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരേ സമയം 3 ജില്ലകളുടെ ഭൂപ്രകൃതി വരെ കാണാമെന്ന് പറയപ്പെടുന്നു. കോട്ടയം, ഇടുക്കി, എറണാകുളം. മേഘങ്ങൾ മാറി നിൽക്കുന്ന തെളിഞ്ഞ ദിവസങ്ങളിൽ ഈ കാഴ്ചകൾ അതിശയിപ്പിക്കുന്നതാണ്. മലകളും മേഘങ്ങളും മാത്രം നിറഞ്ഞിരിക്കേണ്ട ഈ സ്ഥലത്ത് മനുഷ്യരുടെ അനാസ്ഥയുടെ അടയാളങ്ങൾ കൂടി കാണപ്പെടുന്നത് ദുഃഖകരമാണ്. പ്രകൃതിയെ ആസ്വദിക്കാൻ വരുന്ന മനുഷ്യർ അതിനെ സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണ്. വിനോദസഞ്ചാരികൾ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാഴ്ച, കാറ്റിനൊപ്പം പറന്നു പോകുന്ന വെള്ളക്കുപ്പികളും ഭക്ഷണ കവറുകളും ഇലവീഴ പൂഞ്ചിറയുടെ സ്വാഭാവിക സൗന്ദര്യത്തെ മങ്ങലേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കാൽപ്പാടുകൾ ഒഴികെ മറ്റൊന്നും ഇവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ മനുഷ്യർ തന്നെ വിചാരിക്കണം. നമ്മൾ കൊണ്ടുവരുന്ന ഓർമ്മകൾ മാത്രം ഇവിടെ ബാക്കിയാവട്ടെ, മാലിന്യങ്ങളല്ല. ഇലവീഴ പൂഞ്ചിറ എന്ന പേരിനു പിന്നിലും ഈ താഴ്വരയുടെ ഒരു പ്രത്യേകതയുണ്ട്. മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഈ വിശാല പ്രദേശം മലകൾക്കിടയിലെ ഒരു പ്രകൃതിദത്ത കിണർ പോലെ തോന്നും. ആകാശം തന്നെ ഭൂമിയിൽ വീണ് കിടക്കുന്നത് പോലൊരു തടാകം. ഇലവീഴ പൂഞ്ചിറയ്ക്ക് ഇങ്ങനെ ഒരു പേരെങ്ങനെ വന്നെന്നറിയാവോ? ഇത് നന്നായിട്ട് കാറ്റ് കിട്ടുന്നൊരു പ്രദേശമാണ്, ചുറ്റും മരങ്ങളുമാണ്. പക്ഷെ എത്ര വലിയ കാറ്റടിച്ചാലും ഈ മരങ്ങളിൽ നിന്ന് ഒരു കരിയില പോലും പറന്ന് ഈ തടാകത്തിൽ വീഴില്ല. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വന്നത്. ക്യാമറയിൽ പകർത്താനാവുന്നതിലും മനോഹരമാണ് ഇവിടെയുള്ള അനുഭവം. വീണ്ടും കാണാം മറ്റൊരു യാത്രയിൽ.